കാർഡൻസ് ഫോർമുല യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ കുറച്ച് ഡിഫറൻ്റ് ആയി തോന്നിയ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇതും കൂടെ എന്തായാലും പറഞ്ഞു തരണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫോർമുല തന്നിട്ട് അല്ലെങ്കിൽ ക്യൂബിക് ഇക്വേഷൻ തന്നിട്ട് അത് സോൾവ് ചെയ്യാനൊന്നുമല്ല ക്വസ്റ്റ്യൻ. √5+2 ⁻1/3 മൈനസ് √5 - 2 1/3 = 1 എന്ന് പ്രൂവ് ചെയ്യണം. കാർഡൻസ് ഫോർമുല യൂസ് ചെയ്യാമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല. പരീക്ഷയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഒരു ക്ലൂ തരികയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് പരിചയം വേണം. ഓക്കെ, എന്തായാലും നോക്കി നോക്കാം. ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. വലിയ പണിയൊന്നുമില്ല, പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഈ തന്നതിന് നിന്ന് ചെറിയൊരു മാറ്റം വരുത്താം. ഈ (1/3) നമ്മൾ എവിടേക്കേ കണ്ടിട്ടുണ്ട്. അപ്പോൾ √5+2 ഞാൻ 2 + √5 ആദ്യം 2 എഴുതി, പിന്നെ √5 തലതിരിച്ചെഴുതി. മൈനസ് √5 - 2 പകരം ഞാൻ 2 - √5 എന്ന് വെറുതെ എഴുതാൻ പറ്റില്ലല്ലോ. ഒരു മൈനസ് പുറത്തേക്ക് എടുക്കണ്ടേ? ഓക്കെ, ഒരു മൈനസ് പുറത്തേക്ക് എടുക്കണ്ടേ? -2 - √5 അല്ലേ? √5 - 2 തലതിരിച്ച് പ്ലസ് പോലെ മൈനസ് പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ തലതിരിച്ച് എഴുതാൻ പാടില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു മൈനസ് പുറത്തേക്ക് വരും. അപ്പോൾ -1 ആണ് ഈ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ ക്യൂബ് റൂട്ട് -ആണ്. അപ്പോൾ ഈ മൈനസ് നമുക്ക് ഇതിൻ്റെയും പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ മൈനസ് ചേർന്നിട്ട് പ്ലസ് ആയിട്ട് വരും. ചുരുക്കി പറഞ്ഞാൽ എനിക്കിതിനെ 2 + √5 + 2 - √5 ഇങ്ങനെ എഴുതാം. ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, കാരണം നമ്മൾ പഠിച്ചൊരു ഫോമാറ്റിലേക്ക് കൊണ്ടുവരാം. കാർഡൻസ് ഫോർമുലയിൽ കണ്ടൊരു ഫോർമുലയിലേക്ക് കൊണ്ടുവരികയാണ്. ശരി, ഇനി ഈ സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ ഒരു ഫോമാറ്റിൽ a⁻1/3 + b⁻1/3 നമ്മളൊരു y1 ആയിട്ട് എടുത്തിരുന്നു കാർഡൻസ് ഫോർമുലയിൽ, അതിൽ ഫസ്റ്റ് സൊല്യൂഷനായിട്ട് അല്ലേ? ഇത് ആ ഫോമാറ്റ് അല്ലേ? എ ആയിട്ട് നമുക്കിത് കരുതാം, ബി ആയിട്ട് ഇങ്ങനെ കരുതാം. അപ്പോൾ ഏതോ ഒരു ക്യൂബിക് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഇത് നമ്മൾ അസ്യൂം ചെയ്യും. ആ ക്യൂബിക് ഇക്വേഷനിൽ y² ഇല്ലാത്ത ടേം ആയിരുന്നു കേട്ടോ. y² അത് എയും ബിയും ഒക്കെ നമുക്ക് കണ്ടുപിടിച്ചിരുന്നത് y² റിമൂവ് ചെയ്തിട്ടായിരുന്നു. അതായത് നമ്മൾ റിവേഴ്സ് പ്രോസസ്സാണ് ചെയ്യുന്നത്. നമ്മൾക്ക് സൊല്യൂഷൻ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് അതൊന്ന് ക്യൂബിക് ഇക്വേഷൻസ് ഫോം ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന 2 + √5 + 2 - √5 എന്ന a⁻1/3 + b⁻1/3 എന്ന ഫോമാറ്റിലുള്ള ഈ സംഗതി ഏതോ ഒരു ക്യൂബിക് ഇക്വേഷൻ്റെ റിയൽ റൂട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് y1 എന്ന റൂട്ടാണ് നമ്മൾ അസ്യൂം ചെയ്ത് തുടങ്ങാം. ഓക്കെ, അവിടെ y1 എന്ന് എടുക്കണ്ട, എക്സിലുള്ള വേരിയബിൾ തന്നെ ആവാം. ഓക്കെ, അപ്പോൾ 2 + √5 + 2 - √5 ബി റിയൽ റൂട്ട് ഓഫ് ദ ക്യൂബിക് ഇക്വേഷൻ ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തു. ഇനി അതിൽ ആ പിയും ക്യൂ ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യൂബിക് ഇക്വേഷൻ എഴുതാമല്ലോ. അതാണ് ഇനിയുള്ള ടാസ്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൂട്ട് റിയൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് a⁻1/3, ഇത് b⁻1/3 ആണല്ലോ. അതായത് a⁻1/3 = 2 + √5 b⁻1/3 പറഞ്ഞാൽ 2 - √5 അപ്പോൾ എ എന്തായിരിക്കും? സ്വാഭാവികം 2 + √5 ആയിരിക്കും. ബി എന്ന് പറഞ്ഞാൽ 2 - √5 ആയിരിക്കും. ഓക്കെ, നമ്മൾ എൻ്റെ ഇക്വേഷൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? -q/2 + √Δ/108. ഡെൽറ്റയ്ക്കുള്ള ഇക്വേഷൻ 4p³ + 27q. ഇവിടെ ഞാൻ ജസ്റ്റ് എഴുതി നോക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ടാസ്ക് ഈ പിയും ക്യൂവും കണ്ടുപിടിക്കലാണേ. അതിപ്പോൾ എയും ബിന്നും കിട്ടുള്ളൂ. ഓക്കെ, അതായത് ഈ വാല്യൂ, എയുടെ വാല്യൂ എന്താണ്? 2 + √5 ആണ്. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റാഷണൽ പാർട്ടും ഇറാഷണൽ പാർട്ടും കമ്പയർ ചെയ്യാമല്ലോ. ഇവിടെ -q/2 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ കിട്ടുമല്ലോ. ആ ക്യൂ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇറാഷണൽ പാർട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ആ ഒരു റിലേഷനിൽ ക്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിയും കിട്ടുമല്ലോ. ഇതാണ് പോകുന്ന ട്രാക്ക്. ഓക്കെ, അപ്പോൾ ബീൻ്റെ കേസ് ആണെങ്കിൽ തന്നെ. അപ്പോൾ കമ്പയറിങ് റാഷണൽ ആൻഡ് ഇറാഷണൽ പാർട്സ്, അതായത് -q/2 സ്ഥാനത്ത് 2 ആണ്. -q/2 = 2 എന്ന് കൊടുക്കാം. 2നെ കൊണ്ട് കൊണ്ടുപോയി 4 ആവും. അപ്പോൾ -q = 4, q = -4. അടുത്തത് ഇറാഷണൽ പാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടിനകത്തുള്ള Δ/108 = 5 ആണ്. റൈറ്റ് സൈഡിലുള്ള ഇറാഷണൽ പാർട്ട് 5 ആയിരുന്നു, √5 ആയിരുന്നു. ഇനി ആ 108നെ കൊണ്ട് കൊണ്ടുപോയി 540 ആയി. 5 × 108 540 ആവും. പിന്നെ ക്യൂവിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ഇതിവിടെ കൊടുക്കാം. അപ്പോൾ 4p³ + 27 × -4² ഇതൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. -4ൻ്റെ സ്ക്വയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 16 വരിക. 27 × 16 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ -432 വരും. അത് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ -432 ആവും. ഒക്കെ ഞാൻ ചെയ്ത് പോയിട്ടുണ്ട്. വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാനാണ്. 4p³ = 108 വരും.
4 കൊണ്ടുപോയി 108/4. 108/4ൻ്റെ വാല്യൂ പറഞ്ഞാൽ 27 വരിക. പി ക്യൂബ് ഈക്വൽ 27 ആണെങ്കിൽ പി ഈക്വൽ 3. ഓക്കെ, എന്തായാലും ക്യൂവും പിയും കിട്ടി. ഇതാണ് എൻ്റെ ടാസ്ക് ഉണ്ടായിരുന്നത്. പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ ക്യൂബിക് ഇക്വേഷൻ എഴുതാമല്ലോ. നമ്മളിവിടെ അസ്യൂം ചെയ്ത ക്യൂബിക് ഇക്വേഷൻ എക്സ് ക്യൂബ് പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ ഈക്വൽ 0 അല്ലേ. എക്സ് ക്യൂബ് പ്ലസ് പി എക്സിന് പകരം 3x എന്ന് എഴുതാം. പ്ലസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യൂ -4 ആണല്ലേ, അപ്പോൾ -4 പ്ലസ് വേണ്ട. നമ്മുടെ ക്യൂബിക് ഇക്വേഷൻ ഇതാണ്. ഈ ക്യൂബിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും, റിയൽ റൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ റിയൽ സൊല്യൂഷൻ ആയിരിക്കും ഇത്, ഉറപ്പാണ്. നമ്മളങ്ങനെ ക്യൂബിക് ഇക്വേഷൻ ഫോം ചെയ്തു. ഇനിയാണ് പ്രശ്നം. ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ഒരു 26 + 15√3 അതിൻ്റെ ക്യൂബ് റൂട്ടാണ് 2 + √3 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഒരു റൂട്ട് നമ്മൾ ഇൻസ്പെക്ഷനിലൂടെ കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ ഇൻറ്റിജർ റൂട്ട് ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് ചിലതൊക്കെ പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു പോയിൻ്റ് എത്തിയപ്പോഴാണ് ഇത് എക്സാമുകൾക്ക് വരുന്നതിലൊരു പ്രായോഗികത കുറവ്. പിന്നെ നിങ്ങൾ ഒരു 5th സെം BSc മാത്സ് കുട്ടികളാണ്, അപ്പോൾ അത്യാവശ്യം ധാരണ വേണം. ഇതിലൊരു നമ്പർ ഇട്ട് കൊടുത്താൽ 0 വരുന്നത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. കാരണം x³ ആണ്, 3x ആണ്. കാരണം ഇതും 1 ആയി കഴിഞ്ഞാൽ 1 + 3 -4. ഓക്കെ, അത് 0 വരാൻ ചാൻസ് ഉണ്ട്. x = 1 ഇതിൻ്റെ സൊല്യൂഷൻ ആണെന്ന് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ വരികയാണെങ്കിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസേ വരുള്ളൂ, പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന ടൈപ്പ്. എന്തായാലും ഇൻസ്പെക്ഷനിലൂടെ നമുക്ക് x = 1 ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 0 ആവും. 1³ + 3 × 1 - 4 = 0. x = 1 സൊല്യൂഷൻ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ x = 1 സൊല്യൂഷൻ ആണെങ്കിൽ x - 1 ഫാക്ടർ ആയിരിക്കും. എന്തിൻ്റെ? x³ + 3x - 4 എന്ന പോളിനോമിയലിൻ്റെ ഫാക്ടർ ആയിരിക്കും x - 1. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് സെക്കൻഡ് ഡിഗ്രി ആക്കി മാറ്റാമല്ലോ, നേരത്തെ മുമ്പ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ x³ + 3x - 4നെ x - 1 ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് സിന്തറ്റിക് ഡിവിഷൻ തന്നെ യൂസ് ചെയ്യാം. സിന്തറ്റിക് ഡിവിഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഫസ്റ്റ് കോഷ്യൻ്റ്, x² കോഷ്യൻ്റ് ഇല്ല 0, എക്സിൻ്റെ കോഷ്യൻ്റ് 3, കോൺസ്റ്റൻറ്റ് -4. ഇനി ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് 1 ആണ് സൊല്യൂഷൻ എന്നുണ്ടെങ്കിൽ x - 1 ആണ് ഫാക്ടർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടത് 1 കൊണ്ടാണ്. ലീഡിങ് കോഷ്യൻ്റ് 1 എഴുതി കൊടുക്കുക. 1 × 1 1. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 അഗെയിൻ 1 × 1 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4. ശരി, 4 × 1 4 0. ഓക്കെ, അപ്പോൾ റിമൈൻഡർ 0 വരുന്നുണ്ട്. ഓക്കെയാണ്, കറക്റ്റാണ് ചെയ്തത്. 1 1 4 വന്നുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് x² + x + 4 ആയിരിക്കും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇത് സോൾവ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ x² + x + 4 = 0ന് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക. -b + or - √b² - 4ac/2aയിൽ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -1/2 + or - i√15/2 എന്നൊക്കെ വരും. ഓക്കെ, ഇങ്ങനെ വന്നു. സൊല്യൂഷൻസ് എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് മൊത്തം 3 സൊല്യൂഷനായി. ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ ഇൻസ്പെക്ഷനിലൂടെ കണ്ടുപിടിച്ച x = 1, പിന്നെ നമുക്ക് കിട്ടിയ ഈ 2 എണ്ണം. അപ്പോൾ നമുക്ക് 3 സെപ്പറേറ്റ് എഴുതാം. ഓക്കെ, ഫസ്റ്റത്തെ റൂട്ട് 1 ഇൻസ്പെക്ഷനിലൂടെ കിട്ടിയത്. അടുത്തത് -1/2 + i√15/2. ലാസ്റ്റ് വൺ -1/2 - i√5/2. ഓക്കെ, 3 റൂട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ സൊല്യൂഷനായി. ഇത് ശരിക്കും ഈ 2 സൊല്യൂഷനൊന്നും ആവശ്യമില്ല, നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല സോൾവ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും റിയൽ റൂട്ട്സ് ഇക്വേറ്റ് ചെയ്യാം. അതായത് നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ നമ്മുടെ അസംഷൻ പ്രകാരം ഇത് റിയൽ റൂട്ടാണെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അല്ലേ. 2 + √5 1/3 + 2 - √5 1/3 റിയൽ റൂട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇതിൻ്റെ റിയൽ റൂട്ട്. ഓക്കെ, നമ്മൾ ഇൻസ്പെക്ഷനിലൂടെ ഒരു റിയൽ റൂട്ട് കണ്ടുപിടിച്ചിട്ടുമുണ്ട്. ഏതാണ്? x = 1. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആവണ്ടേ? ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇക്വേറ്റിംഗ് ദ റിയൽ റൂട്ട്സ്. 2 + √5 1/3 + 2 - √5 1/3 മസ്റ്റ് ബി ഈക്വൽ ടു 1. നമ്മൾ ആദ്യത്തെ റിയൽ റൂട്ടും പിന്നെ ഇൻസ്പെക്ഷനിലൂടെ കണ്ടുപിടിച്ച റിയൽ റൂട്ടും ഈക്വൽ ആയിരിക്കും. ഈ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് ശരിക്കും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അത് വേറെ റിയൽ റൂട്ടൊന്നും ഇല്ലയെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് മാത്രം. അപ്പോൾ 2 + √5 1/3 + 2 - √5 1/3 ഇത് നമുക്ക് വേറെ എന്തോ ഒരു സാധനം മാറ്റി എഴുതിയാൽ 2 + √5 പകരം √5 + 2 എന്ന് എഴുതാം. തലതിരിച്ച് എഴുതാം. നമ്മൾ ആദ്യം ചെയ്തത് വീണ്ടും തിരിച്ച് പിന്നെയും ചെയ്യാം. 2 - √5 പകരം √5 - 2 എന്ന് എഴുതാം. ഒരു മൈനസ് പുറത്തേക്ക് എടുക്കാം. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് ട്വിസ്റ്റായിട്ടുള്ള റിവേഴ്സ് ഓർഡറിൽ പോകുന്ന അല്ലെങ്കിൽ റിവേഴ്സ് ട്രാക്കിൽ പോകുന്ന ക്വസ്റ്റ്യനാണിത്. കുറച്ച് ഡിഫറെൻ്റ് ആയി തോന്നി. ഇതും കൂടെ ഒന്ന് ഇങ്ങനത്തെ വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, എന്നാലും ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഒന്ന്
പ്രാക്ടീസ് ചെയ്ത് പോവാം. ഓക്കെ, നമ്മൾ ഇതുവരെ നോക്കാത്തൊരു കാര്യമാണ് ഡെൽറ്റ വാല്യൂ, അതായത് ഡിറ്റർമിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയാലും വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളത്. ഓക്കെ, അത് നോക്കണ ഒരു ചെറിയ ക്വസ്റ്റ്യനാണ്, പെട്ടെന്ന് തീരും. ഇതും കൂടെ നോക്കിക്കോളൂ. ഒരു ക്യൂബിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, എക്സ് ക്യൂബ് മൈനസ് 3x + 1 = 0. നമ്മൾ പഴയ ക്വസ്റ്റ്യനൊക്കെ കണ്ട് ഇൻസ്പെക്ഷനിലൂടെ ഏതെങ്കിലും കിട്ടുമെന്നായിരിക്കും ആദ്യം നിങ്ങൾ ആലോചിക്കുക. തൽക്കാലം അതുമേക്കൊന്നും നോക്കണ്ട, കിട്ടാൻ ചാൻസ് കുറവാണ്. എന്തായാലും അതിന് സമയം കളയണ്ട. നമുക്ക് ഈ ഇക്വേഷനിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് x² എന്നൊരു ടേം ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പോവാം. എക്സ് ക്യൂബ് പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ = 0 എന്നുള്ള ഫോമാറ്റാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ട, സെക്കൻഡ് സ്റ്റെപ്പ് വേണ്ട, തേർഡ് സ്റ്റെപ്പ് ഡയറക്റ്റായിട്ട് ചെയ്യാം. p -3 ആണ്, q 1 ആണ്. ഓക്കെ, എക്സിൻ്റെ കോഷ്യൻ്റ് p, കോൺസ്റ്റൻറ്റ് q. ശരി, അത് വെച്ചിട്ട് എയും ബിയും കാണാം. എ കാണാൻ ഡെൽറ്റ വാല്യൂ ആദ്യം കണ്ടുപിടിച്ച് വെക്കുക, അതാണ് നല്ലത്. ബി കാണാൻ അത് വെച്ചിട്ട് എ കിട്ടിക്കഴിഞ്ഞാൽ ബി കാണാൻ എളുപ്പമാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 4p³ + 27q². പിയുടെ വാല്യൂ -3 കൊടുക്കുക, ക്യൂയുടെ വാല്യൂ 1 കൊടുത്ത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -81 ആണ് കിട്ടുക. ഡെൽറ്റ അല്ലെങ്കിൽ ഡിറ്റർമിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. നമ്മൾ 3 കേസുകളായിട്ട് പഠിച്ചപ്പോൾ ഡെൽറ്റേൻ്റെ വാല്യൂ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ 3 റിയൽ റൂട്ട്സ് ആണ് കിട്ടുക. അത് മറക്കണ്ട, 3 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കോംപ്ലക്സ് ഒന്നും ഉണ്ടാവില്ല, എളുപ്പമായിരിക്കും ഫൈനൽ ആൻസർ എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം എന്താണ് പ്രശ്നം എന്നുള്ളത്. എന്തായാലും ആദ്യം പ്രശ്നത്തിനെ പറ്റി പറയുന്നില്ല, 3 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ആദ്യം മനസ്സിൽ കരുതുക. ശരി, a = ഡെൽറ്റയുടെ വാല്യൂ -81 അതിൽ കൊടുത്തു, ക്യൂവിൻ്റെ വാല്യൂ 1 കൊടുത്തു, അപ്പോൾ -1/2 വരും. പ്ലസ് ഡെൽറ്റ -81 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നു. അപ്പോൾ നമ്മൾ ആ നെഗറ്റീവ് പുറത്തേക്ക് എടുക്കണം. നെഗറ്റീവ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ i മനഃപൂർവ്വം എഴുതായിരുന്നതാണ്. ഓക്കെ, i നെഗറ്റീവ് മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് i ആക്കി കൊടുക്കുക. പിന്നെ 81ഉം 108ഉം നിങ്ങൾക്ക് 27 വെച്ച് കട്ട് ചെയ്ത് കളയാം, 3/4 വരും. അപ്പോൾ -1/2 പ്ലസ് i × √3/2. ഈ 2 ആക്കിയത് 4ൻ്റെ റൂട്ടാട്ടോ, 3ക്ക് റൂട്ടും ഇല്ല. ശരി, ഇത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പോട്ടെ, ബിയും കൂടെ എഴുതാം. ബി നമ്മൾ എഴുതാന്നുണ്ടെങ്കിൽ ഈ പ്ലസ് മാറ്റി മൈനസ് ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ -1/2 - i √3/2 വരും. ഓക്കെ, ഈ -1/2 + i √3/2, -1/2 - i √3/2 നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഞാൻ വേണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ആഡ് ചെയ്ത് കാണിച്ചു തരാം. -1 + i √3/2 -1 - i √3/2. ഇതെന്തായിരുന്നു? ഇത് ഒമേഗ ആയിരുന്നു, ഇത് ω², ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ എയും ബിയും ഒമേഗയും ω² ആണ്. ജസ്റ്റ് അവിടെ ഇരിക്കട്ടെ, ഇവിടെ ഫൈനൽ ആൻസർ ആയി അവസാനിച്ചെന്ന് കരുതരുത്. ഓക്കെ, എയും ബിയും കിട്ടി. അധികം ഞാൻ a = ω എന്നും b = ω² എന്നും എഴുതുന്നുള്ളൂ, കാരണം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നൊട്ടേഷൻ അല്ലല്ലോ. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് a⁻⁴ b⁻⁴ തീരുമാനിക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഇതിന് ⁻⁴, ഇതിന് ⁻⁴ കൊടുത്തു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -p/3 കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യണം. അപ്പോൾ -p/3 വേണമെങ്കിൽ ഞാൻ -p/3 ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. -p/3 = 3. p എന്താ കിട്ടിയിരുന്നത്? p നമുക്ക് -3 ആണ് കിട്ടിയിരുന്നത്. ഓക്കെ, അപ്പം -p/3 പറഞ്ഞു കഴിഞ്ഞാൽ -3/3, അപ്പോൾ 1 വരും. അപ്പോൾ ഈ a⁻⁴ ഈ b⁻⁴ മൾട്ടിപ്ലൈ ചെയ്താൽ 1 വരുന്നുണ്ടോ നോക്കണം. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ω⁻⁴ × ω²⁻⁴. രണ്ടിനും 1/3 ഉണ്ടായതുകൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള അല്ലെങ്കിൽ ω × ω² ചെയ്യാം. ω³ വരും. ω³ പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആയതുകൊണ്ട് നിങ്ങൾ ഈ 3യും 1/3 കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് 1 ആക്കി കൊടുക്കരുത് കേട്ടോ. ω³ പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആയതുകൊണ്ട് 1 ആവും. 1/1/3 1. സോ -p/3 ഇതും ഈക്വലായി. നമുക്ക് a⁻⁴ ആയിട്ട് ഇതെടുക്കാം, b⁻⁴ ആയിട്ട് ഇതെടുക്കാം. ഓക്കെ, കഴിഞ്ഞില്ല. ഇനി റൂട്ട്സ് എഴുതണം. അവിടെ ആൻസർ കഴിയും. അപ്പോൾ നമുക്ക് അത് -p/3 ആയതുകൊണ്ട് a⁻⁴ ആയിട്ട് ω⁻⁴ എടുക്കാം, b⁻⁴ ആയിട്ട് ω²⁻⁴ എടുക്കാം. ഇനി നമുക്ക് റൂട്ട്സ് എഴുതാം. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻⁴ പ്ലസ് b⁻⁴ ആണ്, അതായത് ω⁻⁴ പ്ലസ് ω²⁻⁴. ജസ്റ്റ് അത് ആഡ് ചെയ്ത് വെച്ച്. x2 എന്ന് പറഞ്ഞാൽ ω × a⁻⁴ പ്ലസ് ω²b⁻⁴. നിങ്ങൾ വാല്യൂസ് ഒന്നും കൊടുക്കണ്ട ω-ക്കും ω²നും. അപ്പോൾ ω × a⁻⁴ ആണ് ω⁻⁴. വെറും ω മാത്രമേ ഉള്ളൂ അല്ലേ. എന്തായാലും ω² × ω²⁻⁴ വരും. നിങ്ങൾ ഇതൊന്നും ചെയ്യണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഫ്രാക്ഷനൊക്കെ ആഡ് ചെയ്ത് വെച്ചാൽ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇതൊന്നും ചെയ്യണ്ട, വേണമെന്നുള്ളവർക്ക് ചെയ്യാമെന്ന് മാത്രം. ഞാൻ വേറൊരു കാര്യം വെച്ച് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ω × ω⁻⁴, ω² × ω²⁻⁴. അവിടെ നിർത്തിയാൽ മതി, നിങ്ങൾ ഒരുപാട് സിംപ്ലിഫിക്കേഷന് പോകണ്ട. അടുത്ത x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ
കോൺജുഗേറ്റ് ആണെന്നൊക്കെ നമ്മൾ പറയുന്നത് റിയൽ ആവുമ്പോൾ ഡിറ്റർമിനൻറ്റ് പോസിറ്റീവ് ആകുമ്പോഴാണ് ഇതിൻ്റെ കോൺജുഗേറ്റ് ആയിട്ട് വരിക. അല്ലാതെ ഇത് പ്ലസ് ഉള്ള മൈനസ് ഇട്ട് കൊടുക്കരുത്, എല്ലാ കേസിലും അത് ചെയ്യരുത്. ഇവിടെ ഡിറ്റർമിനൻറ്റ് നെഗറ്റീവാണ്, റിയൽ റൂട്ട്സ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പോൾ x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ സ്ക്വയർ a⁻³ പ്ലസ് ഒമേഗ b⁻³ ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ⁻⁻3 ജസ്റ്റ് ഇത് എഴുതി കൊടുക്കുക, ജസ്റ്റ് വാല്യൂസ് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഇവിടെ നിർത്തുക, അതേ നമുക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ x1 x2 x3 കിട്ടി. ഇനി ഒരു കാര്യം നമ്മൾ പറയുന്നത് ഇതൊക്കെ റിയൽ റൂട്ട്സ് ആണെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ കണ്ടാൽ തോന്നണില്ല. കാരണം ഒമേഗയൊക്കെ കോംപ്ലക്സ് വാല്യൂസാണ്, അല്ലെങ്കിൽ ഇമാജിനറി പാർട്ടൊക്കെ ഉള്ള -1 + i√3/2 എന്ന് പറഞ്ഞ വാല്യൂസൊക്കെയാണ്. അപ്പോൾ അതെങ്ങനെ റിയൽ പാർട്ടായി റിയൽ നമ്പർ ആയി എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് റിയൽ റൂട്ട്സ് ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക, ഇവിടെ ആൻസർ അവസാനിപ്പിക്കുക. കാരണം ഒരു റിമാർക്കായിട്ട് പറയാം, ഡെൽറ്റ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ x³ + px + q = 0ൻ്റെ റൂട്ട്സ് റിയലാണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ കണ്ട പോലെ നോക്കി നോക്ക്, ഒമേഗേൻ്റെ ക്യൂബ് റൂട്ട്, ഒമേഗ ഓൾറെഡി ഒരു ഇമാജിനറി നമ്പറാണ്, അതിൻ്റെ ക്യൂബ് റൂട്ട്. ഓക്കെ, ഒമേഗ സ്ക്വയറും ഇമാജിനറി നമ്പറാണ്, അതിൻ്റെയും ക്യൂബ് റൂട്ട്. അപ്പോൾ ഈ സൊല്യൂഷൻസിൽ സംഭവം റിയൽ റൂട്ട്സ് ആണ്, പക്ഷേ അതിൻ്റെ വാല്യൂസ് എഴുതി നോക്കുമ്പോൾ ക്യൂബ് റൂട്ട്സ് ഓഫ് ഇമാജിനറി നമ്പേഴ്സ്, ഇമാജിനറി റൂട്ട്സ് അല്ല, ഇമാജിനറി നമ്പേഴ്സിൻ്റെ ക്യൂബ് റൂട്ട്സ് വരുന്നുണ്ട്. അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു എക്സ്പ്രസ് ദീസ് റൂട്ട്സ് ഇൻ എ ഫോം ഇൻവോൾവിങ് റിയൽ നമ്പേഴ്സ് മാത്രം വെച്ചിട്ട് നമ്മളിതിനെ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിതിനെ ഒരു ഇറെഡ്യൂസിബിൾ കേസ് എന്ന് പറയും. അതായത് നമ്മുടെ മൂന്നാമത്തെ കേസ്, ഡെൽറ്റ നെഗറ്റീവ് ആവുന്ന മൂന്നാമത്തെ കേസ് ഒരു ഇറെഡ്യൂസിബിൾ കേസ് എന്ന് പറയും. അപ്പോൾ മേ ബി ഒരു 1 മാർക്കിനൊക്കെ വന്നാലോ, ഇറെഡ്യൂസിബിൾ കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂബിക് ഇക്വേഷനിൽ ഡെൽറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആവുന്നത് ശരിക്കും ഇറെഡ്യൂസിബിൾ കേസാണ്. സംഭവം റിയൽ റൂട്ട്സ് ആണെങ്കിലും നമുക്കത് റിയൽ നമ്പേഴ്സായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ ഈ ഒരു റിമാർക്കും കൂടെ എഴുതിയിട്ട് അവസാനിപ്പിക്കാം.